23-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യം. ആമേൻ. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യം. ധനവാനാകേണ്ടതിനെ പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതെയായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു കളയും. മതി. ധനവാനാകാൻ എന്ത് ചെയ്യരുത്? 4-ാം വാക്യം ഒന്ന് ഇട്ടമനെ. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളയുക. ധനവാനാകേണ്ടതിന് എന്ത് ചെയ്യരുത്? പണിപ്പെടരുത്. ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്ന വിലയേറിയ ആലോചനയാണ്. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്. അതിനായുള്ള ബുദ്ധി എന്ത് ചെയ്യുക? വിട്ടുകളയുക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതെയായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്ത് പറന്ന് കളയും. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഏറെക്കുറെ ഒരു 80% ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആളുകളുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും സാമ്പത്തികമായിട്ട് ഉയരുക, മറ്റുള്ളവനേക്കാൾ ഉയരുക, മറ്റുള്ളവനേക്കാൾ വളരുക. ആത്മീകത്തിലല്ല, എന്തില്ല? ഭൗതികത്തിൽ, സാമ്പത്തികത്തിൽ, മേൽക്കോയ്മയിൽ വളരുക. ജ്ഞാനിയായിരിക്കുന്ന സോളമൻ രാജാവ് ഒരിക്കൽ ഇപ്രകാരം എഴുതി വെച്ചു: ധനവാൻ ആകേണ്ടതിന് എന്ത് ചെയ്യരുത്? പണിപ്പെടരുത്. നീ അതിനു വേണ്ടി മാത്രമായിട്ട് നീ പണിയെടുക്കരുത്. അതിനായിട്ടുള്ള ബുദ്ധി നീ എന്ത് ചെയ്യുക? വിട്ടുകളയണം. ധനം തരുന്നതും ദരിദ്രനാക്കുന്നതും സ്വർഗത്തിലെ ദൈവമാണ്. സ്തോത്രം. മാളികപ്പുറത്തിരുത്തുന്നതും തോളിൽ മാറാപ്പ് കയറ്റുന്നതും സ്വർഗത്തിലെ ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രിയമക്കളെ, ഇതെല്ലാം നമുക്ക് വേണ്ടതെന്ന് ദൈവത്തിന് അറിയാം. അതിൻ്റെ പുറകെ നീ ഓടണ്ട. വചനം വിളിച്ചു പറയുന്നത് നന്മയും കരുണയും ആരെ നാം പിന്തുടരണമെന്നാണോ? അല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. സ്വതം നാം അതിനെ പിന്തുടരണം എന്നുള്ളതല്ല വചനം പറയുന്നത്. വചനപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ അത് നമ്മെ പിന്തുടരും. നമുക്കതിൻ്റെ ആവശ്യമുണ്ടെന്ന് സർവശക്തനായ ദൈവം കണ്ടാൽ ഒരിക്കലും അത് നിനക്ക് നിഷേധിക്കത്തില്ലെന്ന് സ്വതം ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. നീ അതിൻ്റെ പുറകെ ഓടരുത്. അത് കഴുകനെ പോലെ ചിറകടിച്ച് കയറിപ്പോകുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഒരിക്കലും നീ അതിനെ പിടിക്കാൻ ശ്രമിക്കരുത്. അതിനെ പിടിക്കാൻ ശ്രമിച്ച പലരെയും വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. അവരൊന്നും തിരിച്ചു വന്നില്ല. കഴുകനെ പോലെ സ്വതം അവർക്കത് അനുഭവിക്കാനും പറ്റിയില്ല. കഴുകനെ പോലെ ചിറകടിച്ചത് ഉയർന്നു പോയി. സ്വതം അതിനെ പിടിച്ചെടുക്കാൻ ശ്രമിച്ച പലരുമുണ്ട്. അവർക്കതിനെ അനുഭവിക്കാൻ പറ്റിയില്ല എന്ന് വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് സ്വതം ഈ സമയം ദുഷ്കാലമാകയാൽ നമുക്കിതിൻ്റെ സമയമല്ല പ്രിയമക്കളെ. ധനമുണ്ടാക്കേണ്ട സമയമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ഭൂചലനങ്ങൾ, പല സ്ഥലങ്ങളിൽ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ. യുദ്ധം നടന്ന സ്ഥലങ്ങളെല്ലാം ശവപ്പറമ്പ് പോലെ കിടക്കുകയാണ്. ഉയർന്ന ബിൽഡിങ്ങുകളെല്ലാം ഇന്ന് കൽക്കൂമ്പാരങ്ങളായി കിടക്കുകയാണ്. സ്വന്തം വീടായിരുന്നു, സ്വന്തം ഫ്ലാറ്റായിരുന്നു, സ്വന്തം നിലമായിരുന്നു, സ്വന്തം സ്ഥലമായിരുന്നു. ഇന്നതെല്ലാം കൽക്കൂമ്പാരങ്ങളാ. സ്തോത്രം. സ്വന്തം വീടില്ല, ടെന്റിനകത്ത് താമസിക്കുകയാ. സ്തോത്രം. ജീവനുള്ള പലരും പല ഭാഗങ്ങളിലായിട്ട് മുൻകാലങ്ങളിൽ എനിക്ക് ഇത്ര സെന്റ് സ്ഥലമുണ്ട്, എനിക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് വീടുണ്ട് എന്ന് പറഞ്ഞവർ ഒന്നുമില്ലാത്ത അവസ്ഥകൾ, ഉടുക്കാൻ പോലുമില്ലാതെ, കഴിക്കാൻ ആഹാരമില്ലാതെ പല ഇടങ്ങളിലായിട്ട് കിടക്കുന്ന കാഴ്ചകൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ സ്വന്തം ചാനലുകളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ വചനം പറയുന്നു, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. ഇതൊക്കെയും കാണുമ്പോൾ പല സ്ഥലങ്ങളിലെ ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ, ക്ഷാമങ്ങൾ, യുദ്ധങ്ങൾ കാണുമ്പോൾ ദൈവത്തിന്റെ മക്കളെ, നിങ്ങളുടെ തലകളെ ഉയർത്തണം. ഇതാ സിറ്റുവേഷൻ വരുന്നത്. നീ പോകണം. എവിടേക്ക് പോകണം? നിനക്കൊരുക്കിയിരിക്കുന്ന രാജ്യത്തിലേക്ക് കയറിപ്പോകാൻ തക്കവിധം ആത്മാവിൽ നീ ഒരുക്കപ്പെട്ടുകൊള്ളണം. ഇതൊന്നും നിന്നെ താഴേക്ക് വലിക്കരുത്. ആത്മാവിന്റെ ശക്തിയോടെ എന്നും പ്രാർത്ഥനകളോടെ നിന്റെ കണ്ണിന് മുമ്പിൽ കാണുന്ന ഇതെല്ലാം കണ്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കണം.
ആമേ ഇതാണ് സിറ്റുവേഷൻ. കഴിഞ്ഞ സമയങ്ങളിൽ ഭൂചലനം, ആമേ സ്വതം എത്രയോ വീടുകൾ, എത്രയോ വ്യക്തിത്വങ്ങൾ മണ്ണിനടിയിൽ പെട്ടുപോയി. ആമേ സ്വതം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കേരളത്തിലുണ്ടായ ആമേ ഉരുളുപൊട്ടലുകൾ, ആമേ സ്വതം ആ സ്ഥലത്തൊന്നും ഒരു മനുഷ്യനും താമസിക്കുന്നില്ല. ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിന് വേണ്ടി ഇടിപിടിച്ചവർ ആമേ സ്വതം ഇന്ന് കാണുന്നില്ല. പ്രിയ മക്കളെ, അതിരുകളിലേക്ക് ആമേ ഒരല്പം മരമൊന്ന് ചാഞ്ഞു വന്നപ്പോൾ അതിനു വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ ഇന്ന് ഭൂമുഖത്തില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇതൊന്നും നമുക്ക് ഉപകരിക്കുന്നതല്ല, ഇതൊന്നും നമ്മളെ നടത്തത്തില്ല. ആമേ സ്വതം നിത്യതയിലേക്ക് കടന്നു പോകുക. ആമേ സ്വതം നമ്മുടെ ഹൃദയത്തെ വെച്ചു കൊടുക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആത്മീക ജീവിതത്തിന് തടസ്സമായി വെല്ലുവിളികൾ ഉയർത്തുന്ന എല്ലാത്തിനും ശാസിച്ച് ദൈവജനം ആമേ കയറിപ്പോകട്ടെ. ഭൗതികത്തിലെ കാര്യം തിരികരുത് പ്രിയ മക്കളെ. ആമേ സ്വതം ഉണ്ടാക്കുന്ന നന്മയിലോ ആമേ ദൈവം തരുന്ന നന്മയിലോ ആമേ എൻ്റെതെന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ. ആമേ സ്വതം കർത്താവ് ആമേ നമുക്ക് ആവശ്യമുള്ളത് തരും. അത് നമുക്ക് മാത്രം ഉപയോഗിക്കാനുള്ളത് ആയിരിക്കത്തില്ല. അതിന് അർഹതപ്പെട്ട ചുറ്റുപാടുകളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ആമേ ഒരിക്കൽ ആമേ സ്വതം ആമേ ഗേഹസി എന്ന് പറയുന്ന മനുഷ്യനോട് ഏലീശ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഇതാകുന്നു ഗേഹസി, ഇതിൻ്റെ സമയം. ആമേ സ്വതം നമുക്കത് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 26-ാമത്തെ വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 26-ാമത്തെ വാക്യം. ആമേ സ്തോത്രം. ഹല്ലേലൂയ. വേഗത്തിൽ. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോട് കൂടെ പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസന്മാർ എന്നീ വക മേടിപ്പാനും ഇതാകുന്നുവോ സമയം? ഇതാകുന്നുവോ സമയം? ആമേ എന്തൊക്കെയാ? ആമേ സ്തോത്രം. ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസന്മാർ എന്നിവ ആമേ മേടിപ്പാനും ഇതാകുന്നുവോ സമയം? അല്ല എന്ന ആമേ സ്തോത്രം ഏലീശയുടെ വാക്കിൽ പറയുന്നത് ആമേ ഗേഹസി, ഇത് അതിൻ്റെ സമയമല്ല. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ബാലിനെ ആരാധിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാ. പാരമ്പര്യ ശക്തികളുടെ അധീനതയിൽ പെട്ടുപോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാ. ആമേ യേശുവിനെ കൊടുക്കുവാനുള്ള സമയമാണ്. ആമേ നശിച്ചു പോകുന്നവർക്ക് മുമ്പാകെ ആമേ സ്വതം അരിമനാഥനായ യേശുവിനെ പകുത്തു കൊടുക്കുവാനുള്ള സമയമാണ്. ആമേ സ്വതം മറ്റു തലത്തിലേക്ക് നിന്റെ ഹൃദയം പോകരുത്. ആമേ അതെല്ലാം ആമേ കഴുകനെ പോലെ ചിറകടിച്ച് കയറി പോകും. ആമേ ഒന്നുമില്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തും. ആമേ 2025 നിന്ന് വിളിച്ചു പറയുന്ന ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയ മക്കളെ. 2025 നിങ്ങളോട് അറിയിക്കുന്ന ഈ ആലോചന ആമേ ഹൃദയം കൊണ്ട് നിങ്ങൾ സ്വീകരിക്കണം. ആമേ ഇതല്ല അതിൻ്റെ സമയം, കേട്ടോ. ഇതല്ല അതിൻ്റെ സമയം. അത് ചിറകെടുത്ത് പറന്നു കളയും. ആമേ സ്വതം ആത്മീകമായിട്ട് ആമേ സ്വതം ഒരു പടി കൂടി ഉയരുവാൻ ആമേ ആത്മാവിൽ നിങ്ങൾ ശരണപ്പെടണം. ഈ മനുഷ്യന്റെ അവസ്ഥ എന്തായി തീർന്നെന്നറിയോ? ആമേ ഇവൻ അതിൻ്റെ പുറകെ ഓടി. പശ്ചാത്തലമെല്ലാം നിങ്ങൾക്കറിയാവുന്നതാ. ആമേ അരാം രാജ്യത്തിന്റെ സൈന്യാധിപനായി നയമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അരാം രാജ്യത്തിൽ നിന്ന് ഇസ്രായേൽ രാജ്യത്തിലേക്ക് കടന്നു വരികയാ. അവന്റെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത് അവൻ രോഗിയാ. എന്ത് രോഗിയാ? കുഷ്ഠരോഗിയാ. അവന്റെ രോഗം മാറണം. കുഷ്ഠരോഗത്താൽ ആമേ സ്തോത്രം ബാധിക്കപ്പെട്ടിരിക്കുന്ന നയമാന്റെ രോഗം മാറാൻ ആമേ സ്തോത്രം അവന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു കൊച്ചു പെൺകുട്ടി അവനോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടില് മോനെ ഡെയിലി ഇത്തിരി കുറച്ചേക്ക്, ഞങ്ങളുടെ ആമേ രാജ്യത്തിൽ ചെന്നാൽ ആമേ സ്തോത്രം അവിടെ ഒരു ദൈവമുണ്ട്. ആമേ സ്തോത്രം. ആ ദൈവം ആമേ സ്തോത്രം നിങ്ങളുടെ രോഗം മാറ്റാൻ ശക്തനാ. ആ ദൈവം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നാൽ മതി. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആമേ സ്തോത്രം അവിടെ നിന്ന് ആമേ സ്തോത്രം അരാം രാജാവിൻ്റെ സൈന്യാധിപനായിരിക്കുന്ന നയമാൻ പുറപ്പെടുകയാണ്. ഏലീശയുടെ അടുക്കൽ കടന്നു വന്നു. ഏലീശ അദ്ദേഹത്തോട് ഒരു പോംവഴി പറഞ്ഞു കൊടുത്തു. യോർദാനിൽ പോയി 7 പ്രാവശ്യം നീ മുങ്ങി ആമേ എഴുന്നേൽക്കുമ്പോൾ നിന്റെ രോഗം മാറും. അവനത് ആമേ സ്വതം മനസ്സായില്ല. അവൻ ആഗ്രഹിച്ചത് അവൻ്റെ രോഗമുള്ള ഭാഗത്ത് ഈ പ്രവാചകൻ കൈവച്ച് അതിനെ ശാസിച്ച് ആമേ സ്വതം അതിനെ അഴിക്കുമ്പോൾ അത് സൗഖ്യം വരുമെന്ന്. പക്ഷേ അങ്ങനെയല്ലായിരുന്നു. അവൻ കേട്ടനുസരിച്ചപ്പോൾ ആമേ സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിൽ സൗഖ്യമായി. എന്നാൽ ഏലീശയോട് കൂടെ നിന്നിരുന്ന തൻ്റെ ബാല്യക്കാരനാണ് ഗേഹസി. കൈക്കാരന്മാർ ആമേ ഇന്ന് പല ദൈവസഭകളിലും പ്രിയമക്കളെ
ചിലരൊക്കെ കൈക്കാരന്മാരുണ്ടാവും. നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ലാത്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരും കൈക്കാരന്മാരാകുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്ത് കാര്യങ്ങൾ വരുമ്പോഴും നിങ്ങളെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ടാണ് അതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നത്. അതിന് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ, കഴിഞ്ഞ സമയം തോമസിൻ്റെ വിവാഹത്തിൽ എല്ലാവരും ഇൻവോൾവ് ആയിട്ട് ആമേൻ പ്രവർത്തിച്ചു. ആമേൻ, സ്തോത്രം. ബാംഗ്ലൂരിൽ നിന്നൊക്കെ കടന്നു വന്ന സഹോദരിമാരെയും സഹോദരന്മാരെയും നിങ്ങൾ കൈക്കൊണ്ടു. അവർക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ആമേ, തൻ്റെ വീട്ടിലും ഹാളിലും ഒക്കെ ആയിട്ട് എല്ലാവരും ചെയ്തതിനെ ഓർത്ത് ഞാൻ ആമേ നന്ദി പറയുകയാണ്. പക്ഷേ ഇവിടെ ആമേ, സ്തോത്രം, എലീശയുടെ ബാല്യക്കാരനായിരിക്കുന്ന ഗഹസിയുടെ ഹൃദയത്തിൽ ചിന്തയുണ്ടായിരുന്നു. എന്ത് സമ്പാദിക്കണം? നന്മ സമ്പാദിക്കണം, ദ്രവ്യം സമ്പാദിക്കണം, സാമ്പത്തികമായിട്ട് ഉയരണം. ആത്മീക ജീവിതം നയിക്കുന്നവനാ, അടുത്തൊരു പ്രവാചകനാകേണ്ടവനാ. ആമേ, ഇവനെയാണ് അധികാരത്തിൻ്റെ വടി ഒരിക്കൽ ആമേ എലീശ ഏൽപ്പിച്ചിട്ടുള്ളത്. ആമേ, പല സമയങ്ങളിലും എലീശ പോകേണ്ട സ്ഥലത്ത് ഗേഹസിയെ അയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഞാൻ ചിന്തിക്കുന്നു, ഏലിയാവിനിപ്പുറം എലീശയും എലീശയ്ക്കിപ്പുറം ഗേഹസിയുമായിരുന്നു എന്നുള്ളത്. പക്ഷേ ഒരു ചിന്ത കൊണ്ട്, അവൻ്റെ ഒരു ദോഷപ്രവൃത്തി കൊണ്ട് സ്വർഗത്തിലെ ദൈവം എന്നേക്കുമായിട്ട് അത് അടച്ചു കളയുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആത്മീകപരമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന നിന്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഒരിക്കലും ദ്രവ്യാഗ്രഹം കിടക്കരുത്. നിന്റെ ആത്മീക ശുശ്രൂഷയെ അത് മങ്ങലേൽപ്പിക്കും. അതുകൊണ്ട് ബ്ലോക്കായി പോകാനിടയായി തീരും. മറിച്ച് ആത്മീകപരമായിട്ട് നീ ചിന്തിച്ചോ, ദൈവം നിന്നെ നടത്തും. ഹല്ലേലൂയ. ഇവൻ്റെ അകത്തുള്ളൊരു ചിന്തയുണ്ടായിരുന്നു, എന്ത് വേണം? ദ്രവ്യം സമ്പാദിക്കണം. ഗേഹസി ആമേശ്വതം അതിനായി ആഗ്രഹിച്ചു. കാരണം എലീശയുടെ മുമ്പിൽ പല വഴികളുമാണ് തുറന്നു കൊടുക്കുന്നത്. ആ പട്ടണത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടോ, ശൂന്യംകാരത്തി അതിസമ്പന്നയായിരുന്നു. ആമേശ്വതം കൈമുടക്കില്ലാതെ വണ്ണം ആമേശ്വതം കടന്നു പോകുമ്പോൾ മാളിക മുറിക്കകത്ത് കയറി പാർക്കാനും സുഖ സൗകര്യങ്ങളോട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ എലീശയ്ക്ക് മുമ്പാകെ തെളിയുകയാണ്. മാത്രമല്ല, രാജാക്കന്മാരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ. ആരുമായിട്ടാ? രാജാക്കന്മാരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ. ശൂന്യംകാരത്തിയോട് ഗേഹസിയുടെ അടുക്കൽ എലീശ പറഞ്ഞേക്കുന്നൊരു കാര്യമുണ്ട്. നിന്റെ ആവശ്യം എന്താ? രാജാവിനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും നിനക്ക് സാധിപ്പിച്ച് തരേണ്ടതുണ്ടോ? അത്രത്തോളം പവറും അധികാരവും ഉള്ളവനായിരുന്നു എലീശ. അപ്പോൾ ഇവൻ നോക്കുമ്പോൾ എലീശയെ പോലെ എന്തായിത്തീരണം? എലീശയുടെ ഹൃദയം ഇവനെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇവൻ്റെ ചിന്ത എലീശ സാമ്പത്തികമായ മേഖലകളിലൂടെയൊക്കെയും ശ്രദ്ധ വെച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതായിരുന്നു. അല്ല, സ്വതം എലീശ അതിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവൻ്റെ ഹൃദയം അതിലുടക്കി. കേട്ടോ പ്രിയ മക്കളെ, സ്വതം ആത്മീക ജീവിതം നയിച്ച് ദൈവം നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ സാമ്പത്തിക വഴികളിലായിരിക്കുള്ളൂ ആദ്യം നിനക്ക് മുമ്പാകെ കൊണ്ടുവന്ന് ശത്രു പലത് ഇട്ട് തരുന്നത്. കേട്ടോ, ശ്രദ്ധിക്കണം. ആത്മീക ജീവിതം നല്ലതാണ്. സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അപകടമാണ്. ദ്രവ്യം കിട്ടാൻ ഏറ്റവും നല്ലതാണ്. സ്തോത്രം, നന്മ വരാൻ. കാരണം ഡോക്ടേഴ്സിനെ കൊണ്ട് ചികിത്സിച്ചിട്ട് ഭേദമാകാത്തത് ഒരു അഭിഷിക്തൻ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ലക്ഷങ്ങൾ, 10 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം ഒക്കെ ചെലവഴിച്ചതായിരിക്കും. അങ്ങനെയെങ്കിൽ ആ ദൈവദാസനൊരു നന്മ കൊടുക്കണമെന്ന് കരുതിക്കൊണ്ട് ഹൃദയപൂർവ്വം അവർ ചില വ്യക്തിത്വങ്ങളൊക്കെയും കരനീട്ടും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവരെ സംബന്ധിച്ചതൊരു വിഷയമേ അല്ല. അവർ ദൈവസ്ഥലം നന്ദിയുള്ള ഹൃദയം കൊണ്ട് കൊടുക്കുന്ന നന്മയാണ്. പക്ഷെ നിൻ്റെ കയ്യിലേക്ക് അത് കിട്ടുമ്പോൾ ചുറ്റുപാടുകൾ അതുകൊണ്ട് ആരെങ്കിലും സ്തോത്രം ഇത് നിൻ്റെ ആവശ്യം കൂടാതെ ആവശ്യക്കാർ ഉണ്ടോ എന്ന് നീ ചിന്തിക്കണം. സ്തോത്രം. ഇതെൻ്റെ പ്രാർത്ഥന കൊണ്ട് ദൈവം എനിക്ക് തന്നതാണ് എന്ന് കരുതിക്കൊണ്ട് സ്വന്തമായിട്ട് അനുഭവിച്ചേക്കരുത്. ഇതിങ്ങനെ കുട്ടിക്കൊണ്ടിരിക്കും, നിന്നെ ദൈവം നോക്കിക്കൊണ്ടിരിക്കും, നിനക്ക് തന്നുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടി എന്നറിയാമോ? നിന്റെ ഹൃദയം ഈ ദ്രവ്യത്തിൽ പതിയുന്നുണ്ടോ എന്ന് സ്വർഗത്തിലെ ദൈവം ഒന്ന് നോക്കുകയാ. സ്വതം. അത് കഴുകനെ പോലെ പറന്നു പോകും. പ്രിയ മക്കളെ, നിന്റെ ഹൃദയം ഒരിക്കലും ദ്രവ്യത്തിൽ തട്ടി നിൽക്കരുത്. സ്വതം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂല കാരണം. അത് ചിലർ കാംക്ഷിച്ചിട്ട് ദുഃഖങ്ങൾക്ക് അധീനരായിത്തീരും. സ്വതം. ഈ കാലഘട്ടത്തിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ഒരിക്കലും ദ്രവ്യത്തിന് പുറകെ നീ പോകരുത്. അത് നിന്നെ തേടി വരും. നിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ചെലവഴിക്കാൻ തക്ക വിധത്തിലുള്ള നന്മകൾ നിന്റെ കരത്തിൽ തരും. നിന്നെ ഒന്ന് നോക്കും ദൈവം. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഒന്ന് വളരെയധികം ദൈവം ഒന്ന് ശ്രദ്ധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അതിൻ്റെ മധ്യത്തിൽ നീ ജയിക്കണം. കേട്ടോ, അതിൻ്റെ മധ്യത്തിൽ ജയിക്കണം. ഇന്ന് പല അഭിഷിക്തന്മാരും സ്വതം വീണ് പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് ദ്രവ്യാഗ്രഹം. സ്വതം. അടുത്ത ഒരു ശുശ്രൂഷക്കാരനായിരുന്നു ആര്? ഗേഹസി.
പക്ഷേ അവൻ്റെ ശുശ്രൂഷ അവിടം കൊണ്ട് ബ്രേക്കായി പോയി എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഇവനോട് സ്വർഗത്തിലെ ദൈവം ആമേശ്വരം ഏലീശയുടെ ഹൃദയത്തിൽ ചിന്ത കൊടുത്തു. ആമേശ്വരം ഇവൻ അതായത് 20-ാം വാക്യം ഒന്ന് വായിച്ചേ. ആമേശ്വരം 5-ാം അധ്യായം 2 രാജാക്കന്മാർ. അവൻ അവനെ വിട്ട് കുറെ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലീശയുടെ ബാല്യക്കാരൻ ഗേഹസി അരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എന്റെ യജമാനൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ. യഹോവയാണേ ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു. എടാ, മറ്റുള്ളവൻ വിട്ടുകളഞ്ഞതിന്റെ പുറകെ നീ ഓടരുത്. പ്രൈസലോ. എടാ, അഭിഷിക്തന്മാർ വിട്ടുകളഞ്ഞതിന്റെ പുറകെ നീ ഓടരുത്. അവൻ വിട്ടുകളഞ്ഞത് ആത്മാവിലൊരു പ്രേരണ ഉണ്ടായിട്ട, സ്വർഗത്തിലെ ദൈവം അവന്റെ ഉള്ളത്തോട് ഇടപെട്ടിട്ട, അത് നിനക്ക് വിഹിതമില്ലാത്തതാണ്, അത് നിനക്ക് അർഹതയില്ലാത്തതാണ്. അതിന്റെ പുറകെ നീ ഓടരുത്. അവൻ വിട്ടുകളഞ്ഞത് നീ വാങ്ങരുത്. ഇവൻ അതിൻ്റെ പുറകെ ഓടി. ആമേൻ, സ്തോത്രം. യഹോവയാണ് ഞാൻ അവൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. നമുക്ക് പഴയ നിയമത്തിൽ ചരിത്രം കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ, സോദോം ഗോമോറ പട്ടണം നശിപ്പിക്കുന്ന സമയത്ത് സർവശക്തനായ ദൈവം പറഞ്ഞു, പിന്നിലേക്ക് എന്ത് ചെയ്യരുത്, തിരിഞ്ഞു നോക്കരുത്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ, ലോത്തും അവൻ്റെ മക്കളും, ആ ഒരൊറ്റ സ്ത്രീയാണ് ആ കുടുംബം, 2 വംശങ്ങൾ, അമ്മോന്യരും മോവാബ്യരും ജനിച്ചു വീഴാൻ ഇടയായിത്തീർന്നത് ആ ഒരൊറ്റ സ്ത്രീയാണ്. എവിടെയും നോക്കിക്കോ പ്രിയ മക്കളെ, ദൈവം പറയുന്നതിന് വിപരീതമായി ചെയ്യുമ്പോഴാണ് മനുഷ്യൻ ലംഘനത്തിൽ അകപ്പെടുന്നത്, പാപത്തിൽ പെട്ടുപോകുന്നത്. ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കുക. ആമേൻ, സ്തോത്രം. ഒരിക്കൽ ആദത്തിനോട് ഹവയോട് ആമേൻ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ പറഞ്ഞു, ആമേൻ, തോട്ടത്തിലുള്ള എല്ലാ കനികളും കഴിക്കാം, പക്ഷെ ഈ വൃക്ഷത്തിൻ്റെ കനി എന്ത് ചെയ്യരുത്, കഴിക്കരുത്. ചെയ്തു. ആമേൻ, സ്തോത്രം. ലംഘനത്തിൽ പെട്ടു. ആമേൻ, സോദോം ഗോമോറ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആമേൻ, സ്തോത്രം, പറഞ്ഞു തിരിഞ്ഞു നോക്കരുത്. ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്തു, തിരിഞ്ഞു നോക്കി. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആമേൻ, ഭർത്താവും ഭാര്യയും 2 മക്കളും അടക്കമാണ് ഓടിപ്പോയിരുന്നതെങ്കിൽ പിന്നത്തേതിൽ പാപത്തിനിട ഉണ്ടാകത്തില്ലായിരുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനത്തെ ഒരു ചിന്തയും വരത്തില്ലായിരുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ അവർ പാപത്തിൽ വീണു. ഈ ഒരു ഒറ്റ സ്ത്രീയാ കാരണക്കാരത്തി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ചിലതിനെ വിട്ടു പിരിഞ്ഞാൽ പ്രിയ മക്കളെ, അതിൻ്റെ പുറകെ ഓടി കയറരുത്. ആമേൻ, സ്തോത്രം. അത് നിന്നെ തേടി വരും. ആമേ, കയ്യിനോട് സ്വർഗത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ താല്പര്യം നിന്നോടാ, നീ അതിനെന്ത് ചെയ്യണം, ജയിക്കണം. ചിലതിൻ്റെ ഒന്നും പുറകെ ഓടരുത്. ആമേൻ, സ്തോത്രം. അത് നമ്മൾ ദോഷത്തിലേക്ക് കൊണ്ടുപോകാനിടയായിത്തീരും. ഹല്ലേലൂയ. ഇവൻ ഓടി. ആമേൻ, സ്തോത്രം. നയമാൻ കൊണ്ടുവന്ന നന്മ ആമേൻ യജമാനൻ വാങ്ങിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗേഹസി അതിൻ്റെ പുറകെ ഓടി. ആമേൻ, സ്തോത്രം. നുണ പറഞ്ഞു. ദ്രവ്യം പിടിക്കാൻ വേണ്ടി പലരും എന്ത് ചെയ്യും, നുണ പറയും. ദ്രവ്യം വാങ്ങാൻ, ദ്രവ്യം ഉണ്ടാക്കാൻ. സമ്മാനം നീതിമാൻ എന്ത് ചെയ്യും, പൊട്ടനാക്കും. സമ്മാനം നീതിമാനെ പൊട്ടനാക്കും. ദൈവഹിതമുള്ളത് മാത്രം. ആമേൻ, സ്തോത്രം. നിങ്ങൾക്കറിയാലോ, ഞാൻ പലയിടങ്ങളിൽ പോയി കർത്താവിനെ ആമേൻ, സ്തോത്രം, പ്രസംഗിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പലരും ആമേൻ ഇങ്ങനെ പറയാറുണ്ട്, പാസ്റ്റർ എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം. ഞാൻ പറയും, ഒരു ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോട് അറിയിക്കത്തില്ല. ആമേൻ, സ്തോത്രം. ആരോട് അറിയിക്കണം, ദൈവത്തോട് അറിയിക്കണം. ആമേൻ, ദൈവത്തോട് അറിയിക്കണം. നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം. ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. അവൻ ഇടപെടട്ടെ. അവൻ ഇടപെടുമ്പോൾ അത് ന്യായമായിരിക്കും. ആമേൻ, സ്തോത്രം. ആവശ്യങ്ങൾക്ക് ചിലവഴിക്കുവാൻ ന്യായമായത് ദൈവം തരും. പക്ഷെ മനുഷ്യനിൽ ആശ്രയിച്ച് ചെയ്യുന്നാലോ, ഹല്ലേലൂയ. എന്നെ കഴിഞ്ഞ നാളുകളിലും ഇപ്പോഴൊക്കെ ബലപ്പെടുത്തുന്ന കോവിഡ് കാലഘട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആമേൻ, സ്തോത്രം. അന്നത്തെ പോലെ അതേ ചിലവുകൾ തന്നെ ഇന്നും ഉണ്ട്. പക്ഷെ അന്ന് ആർക്കും വരുമാനമില്ല, ആർക്കും ജോലിയില്ല. ആ സമയത്ത് ഇതിൻ്റെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മെസ്വത്വം ഒരു വഴികളുമില്ല പ്രിയ മക്കളെ. പക്ഷെ അപ്പോഴാണ് നമുക്ക് വചനത്തിൽ കാണാൻ അവൻ്റെ മുമ്പിൽ 1000 വഴികളുണ്ട്. മനുഷ്യന്റെ മുമ്പാകെ സകല വഴികളും അടഞ്ഞു പോകുമ്പോൾ സർവശക്തന് മുമ്പാകെ 1000 വഴികൾ തുറയുവാനിടയായിത്തീരും. മനുഷ്യർക്ക് അസാധ്യമായവ സ്വർഗത്തിലെ ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുന്നൊരു ദൈവം. 36 മാസവും ആമേ കഥ കടച്ചു ദൈവം. ആമേ സ്വതം മഴയും മഞ്ഞുമില്ല. ആമേ സ്വതം ദേശത്തിൽ ആമേ സ്വതം വളർന്നിരുന്ന പച്ച പുല്ലുകളെല്ലാം തരിശ് നിലങ്ങളായി പോകുവാനിടയായി തീർന്നു. എങ്കിലും യഹോവയിൽ ആശ്രയിച്ചിരുന്ന അഭിഷിക്തന്മാരെ പോറ്റി പുലർത്തുവാൻ തക്കവിധം സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞു എങ്കിൽ ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, അവനിൽ ആശ്രയിച്ചു നീ കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല.
നീ കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല പ്രിയമക്കളെ. ആശ്രയം ദൈവത്തിലായിരിക്കണം കേട്ടോ. സ്തോത്രം. അപ്പോൾ പലരും നമ്മളോട് പറയും അത് തരാം ഇത് തരാം. ഓക്കെ സ്തോത്രം, അത് ന്യായമെങ്കിൽ നീ ദൈവത്തോട് പറ, ദൈവം തരും. ദൈവം തരും. ചിലപ്പോൾ അവരിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ ആയിരിക്കാം. സ്തോത്ര. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം ഞാൻ കുവൈറ്റിലായിരുന്നു. പല ദൈവസഭകളിലും കടന്നുപോയി. സ്തോത്രം. സാമ്പത്തികമായ ഭൗതികമായ ഒരു വിഷയം സ്തോത്രം പല മീറ്റിങ്ങുകളും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി, അറിയിക്കത്തില്ല. സ്തോത്രം, അറിയിക്കത്തില്ല. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ചർച്ച് പണിയുന്ന സമയത്ത് വിദേശത്ത് നിന്നൊരു ഫണ്ടും വരരുതേ, വിദേശത്ത് പോയി അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ അനുവദിക്കരുതേ. പാവങ്ങളുടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഒരുമിച്ചുള്ള പരിണിത ഫലമാണ് പ്രിയ മക്കളെ. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഭവമാണ് പരിശുദ്ധ ദൈവം ചെയ്തത്. അതിൻ്റെ ആമിശ്വത മുഴുവൻ അർഹരും നിങ്ങളാ. പ്രൈസ് ദി ലോർഡ്. പലരും ഈ ചർച്ചിൽ അല്ലെങ്കിൽ ചർച്ചിൻ്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ പലരും പറയും, പക്ഷേ ഇത് ഭയങ്കര മനോഹരമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, പാവങ്ങളുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതറിയില്ലല്ലോ നിങ്ങൾക്ക്. സ്തോത്രം. പാവങ്ങളുള്ളത് കൊണ്ടാണ് പ്രിയ മക്കളെ. എന്തും ചെയ്യാനും മനസ്സൊരുക്കവും സ്തോത്രം പ്രശംസയെടുക്കാൻ ഹൃദയം വെച്ചു കൊടുക്കാതിരിക്കുന്നത് നിമിത്തമാണ് സ്തോത്രം ഏറ്റവും നന്നായിട്ട് പരിശുദ്ധ ദൈവം ചെയ്യുന്നത്. ഹല്ലേലൂയ. പല ഇടങ്ങളിൽ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 4 ചുവര് മാത്രമുള്ള സ്തോത്രം പല ദൈവസഭകളും. പ്രൈസ് ദി ലോർഡ്. മനോഹരമായിട്ട് ചമക്കാൻ കഴിയുന്നത് പാവങ്ങളായതുകൊണ്ടാണ്. സ്തോത്രം. അതിൽ ദൈവം പ്രസാദിക്കും പ്രിയ മക്കളെ. ഹല്ലേലൂയ. സ്തോത്രം. മറ്റുള്ളവരുടെ വീട് ചമക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആലയം സ്തോത്രം ദൈവജനം ചമച്ചു വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുക. അപ്പോൾ ഇവിടെ ഇവൻ ഓടി സ്തോത്രം എന്ത് പിടിക്കാൻ? നയമാന്റെ നന്മ പിടിക്കാൻ ഓടി. സ്തോത്രം. ഇവൻ ചെന്ന് നയമാനോട് കളവ് പറഞ്ഞു. എന്നെ ആരയച്ചു? ഏലീശ എന്നെ അയച്ചു. എന്തിനു വേണ്ടി? പെട്ടെന്ന് സ്തോത്രം ചില വിരുന്നുകാർ വീട്ടിൽ വന്നിരിക്കുന്നു, അവർക്ക് കൊടുക്കേണ്ടതിന്. പിന്നെ ഏലീശയ്ക്ക് സ്തോത്രം വിരുന്നുകാർ വന്ന വിരുന്ന് വീട്ടിൽ കൊടുക്കാൻ വേണ്ടി ഈ നയമാന്റെ നന്മ വേണോ? അവർക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. നയമാന്റെ നന്മ വേണോ? ഒരിക്കൽ ശൗൽ രാജാവ് പറഞ്ഞു, യഹോവയ്ക്ക് യാഗം കഴിക്കാൻ ശമൂവേൽ പ്രവാചകൻ വന്ന് ചോദിക്കുന്നത്, എൻ്റെ കാതുകളിൽ കേൾക്കുന്ന കാളകളുടെ മുക്കറയും ആടുകളുടെ കരച്ചിലും എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോൾ മേൽത്തരമായത് യഹോവയ്ക്ക് യാഗം കഴിക്കാൻ വേണ്ടി ശേഷിപ്പിച്ചിരിക്കുന്നു. കേട്ടോ പ്രിയ മക്കളെ, അർഹതയില്ലാത്തൊരു നന്മയും ആലയത്തിൽ വേണ്ട. അർഹതയില്ലാത്തൊരു നന്മയും ദൈവമക്കളുടെ പോക്കറ്റിലും വരരുത്. സ്തോത്രം. ദൈവഹിതമുള്ളത് മാത്രം മതി പ്രിയ മക്കളെ. അർഹതയുള്ളത് മാത്രം മതി. അത് 5 രൂപയാണെങ്കിൽ അതിൽ നിന്ന് വർദ്ധിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും കേട്ടോ. ഞാൻ ഒരിക്കൽ സോണി സഹോദരൻ എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എൻ്റെ വീട്ടിൽ ഒരാണി ആണി വെറുതെ ആണിയില്ലേ? സ്തോത്രം. ആണി. പക്ഷെ ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കിലോ കണക്കിന് ആണിയും സ്ക്രൂവും എല്ലാം ഉണ്ട്. സ്തോത്രം. എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരാണി വേണമെങ്കിൽ എന്ത് ചെയ്യാം? എടുക്കാം. ഞാൻ എടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് കൊള്ളാം പ്രിയ മക്കളെ. ഒരൊറ്റ ആണി, തൻ്റെ വീട്ടിലൊരു ആവശ്യത്തിന് ഒരാണി വേണം. ഒരെണ്ണമായിട്ട് പോയി മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് താൻ കുറേ ദിവസങ്ങളായിട്ട് അത് വാങ്ങിച്ചിട്ടുമില്ല, വീട്ടിൽ ആ കാര്യം ചെയ്തിട്ടുമില്ല. പക്ഷെ താൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ കിലോ കണക്കിന് പാക്കറ്റ് കണക്കിന് നല്ല സ്റ്റീൽ ആണിയുണ്ട്, സ്തോത്രം നല്ല സ്ക്രൂകളുണ്ട്, അതുപോലത്തെ പല സംഭവങ്ങളുമുണ്ട്. എന്നെ അന്ന് വളരെയധികം ചിന്തിപ്പിച്ചു ആ വിഷയം. കേട്ടോ പ്രിയ മക്കളെ, ഒരാണി സ്തോത്രം അതിന്മേൽ പോലും ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ടെന്ന് സ്തോത്രം ഇന്ന് പകലിൽ എത്ര ദൈവമക്കൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മുടേതല്ലാത്തത് പ്രിയ മക്കളെ ഒരിക്കലും അത് നമ്മൾ ചേർത്ത് വെക്കരുത്. പ്രൈസ് ദി ലോർഡ്. അർഹതയില്ലാത്തതൊന്നും എടുക്കരുത്. ഇവനപ്പോൾ ഓടി സ്തോത്രം ഈ നയമാൻ്റെ അടുക്കൽ കടന്ന് എന്നിട്ട് പറഞ്ഞു, ഏലീശ എന്നെ പറഞ്ഞയച്ചിട്ട് വന്നതാ. ആയിരുന്നോ? സത്യമായിരുന്നോ? വ്യാജമായിരുന്നു. നന്മയുണ്ടാക്കാൻ വ്യാജം പറയും. സ്തോത്രം. അങ്ങനെ നയമാന ഇതുപോലെ ഇല്ല സന്തോഷം. 1 ചോദിച്ചപ്പോൾ 2 കൊടുത്തു, 2 ചോദിച്ചത് 4 കൊടുത്തു വിട്ടു. ആ സമയത്ത് ഇവൻ വീട്ടിൽ വന്നു. പകുതി ദൂരം നയമാൻ്റെ ആളുകൾ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നത്തേതിൽ ഇവൻ്റെ ഏരിയ എത്തിയപ്പോൾ പറഞ്ഞു, ഇനി വരണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇത് കൊണ്ടുവന്നു. ഇവൻ്റെ കൂടാരത്തിൽ എന്ത് ചെയ്തു? ഒളിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ. ആരെവിടെ? ഗേഹസി. അടിയനിതാ
അപ്പൊ ഗേഹസിയെ 26-ാമത്തെ വാക്യം ഒന്നുകൂടി വായിക്കാം. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോട് കൂടെ പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നീ വക മേടിപ്പാനും ഇതാകുന്നുവോ സമയം? പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടം 2021, 22, 23, 24, 25 ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇരട്ടിപ്പിക്കൽ പരിപാടിയിൽ നഷ്ടം വന്ന് പൊളിഞ്ഞുപോയി. ഒരുപാട് ആളുകൾ പണം ഇരട്ടിപ്പിക്കാൻ വേണ്ടി കൊടുത്ത്. ആമേൻ. ഒന്ന് ശ്രദ്ധിക്കണം പ്രിയമക്കളെ. കഴിഞ്ഞ ദിവസം ഒരു ജഡ്ജി ആമേൻ ഏകദേശം 95 ലക്ഷത്തോളം രൂപയാണ്. ആമേൻ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ഇംഗ്ലീഷും ഹിന്ദിക്കൊന്നും അറിയാത്തവർക്കായിട്ട് സ്തോത്രം, വിദ്യാഭ്യാസം കുറഞ്ഞവർക്കായിട്ട് സ്തോത്രം. ആമേൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണെന്നറിയാമോ? ഇതിൻ്റെ അകത്ത് കൂടി വിളിച്ചു പറയും. അവർ പറയുന്നത് ഫിനാൻസ് കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹം വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. അറിയാത്തത് കൊണ്ട് ഇതെന്ത് ചെയ്യും? ഇംഗ്ലീഷ് ഹിന്ദിയൊന്നും അറിയാത്ത ആൾക്കാർ ആ കോളേ എടുക്കത്തില്ല, മാറ്റിയിടും. ആമേൻ. ചിലർ അതുമേ കയറി പിടിക്കും. ആമേൻ. അതുമേ കയറി പിടിച്ചിട്ട് അവർ പറയും ഇന്നത് നെക്കിക്കഴിയുന്ന ആമേൻ ഇത്ര പെർസെൻറ്റേജ് എന്തോ ആമേൻ 18, 25% എന്നൊക്കെ പറഞ്ഞപ്പോൾ ജഡ്ജി പോലും എന്ത് ചെയ്തു? ജഡ്ജി പോലും വീണുപോയി. ഉന്നതന്മാരാ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ മറിഞ്ഞു വീണ പലരും വിദ്യാസമ്പന്നരായിരുന്നു, ഉന്നതന്മാരായിരുന്നു. കോടികൾ കോടികൾ കോടികൾ, ആയിരമൊന്നുമല്ല, കോടിക്കണക്കിന് രൂപകളാ കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടു പോയത്. എന്താ ആഗ്രഹം? എന്ത് ചെയ്യാൻ? ഒന്ന് വർദ്ധിപ്പിക്കാൻ. 2 വെച്ച 4, 4 വെച്ച 8, 8 വെച്ച 16, 16 വെച്ച 32, അങ്ങനെയുള്ള കണക്കുകളിലേക്ക് പലരും കടന്നുപോയി. എന്തുകൊണ്ടാ? ദ്രവ്യാഗ്രഹം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, പല അഭിഷിക്തന്മാരും അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. പുറത്ത് പറയാൻ പറ്റാത്ത പല പേരുകളും കാതുകൾ കേട്ടിട്ടുണ്ട്. സത്യമല്ല എനിക്കറിയാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. പലരും പെട്ടുപോയിട്ടുണ്ട്. ദ്രവ്യം നമ്മളെ ചതിക്കും പ്രിയമക്കളെ. ഇവിടെ ഗേഹസിയോട് പറയുന്നത്, ഗേഹസിയെ ഇതല്ല അതിൻ്റെ സമയം, ഇതല്ല, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതല്ല അതിൻ്റെ സമയം. ഒരു പടി കൂടി ആത്മീകത്തിൽ 10 മിനിറ്റ് കൂടി ഒന്ന് പ്രാർത്ഥന വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയുമോ? ആരാധന നിനക്കൊന്ന് ഉറ്റിരിക്കാൻ കഴിയുമോ? ദൈവാത്മാവ് ഗൈഡൻസ് തരുന്നതിന് ഒത്തവണ്ണം നിനക്കൊന്ന് ഉപവസിക്കാൻ കഴിയുമോ? ഇതതിൻ്റെ സമയമാണ്. പട്ടണം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാ, ദേശം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാ. പാപത്തെ പച്ചവെള്ളം പോലെ ജനം പാനം ചെയ്യുകയാ. മദ്യത്തിലും മയക്കുമരുന്നിലും പെട്ട് തലമുറകൾ അലഞ്ഞുഴലുമ്പോൾ ഇതല്ല അതിൻ്റെ സമയം. ദൈവസന്നിധിയിൽ നിനക്കൊന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാൻ കഴിയുമോ? ആമേൻ. ഇതല്ല അതിന്റെ സമയം പ്രിയമക്കളെ, കേട്ടോ. ഇത് നിനക്ക് വേണമെന്നറിയുന്ന ദൈവം നിന്റെ പുറകെ തരും. ഇതിൽ പെട്ടുപോയ ആരും എന്ത് ചെയ്തിട്ടില്ല, തിരിച്ചു വന്നിട്ടില്ല. 27-ാം വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. 27-ാം വാക്യം. ആകയാൽ നയമാന്റെ കുഷ്ഠം. സ്തോത്രം. ഇദ്ദേഹം സൗഖ്യമായി പുറത്തേക്ക് പോയി. അരാം രാജ്യത്തിന്റെ സൈന്യാധിപനായിരിക്കുന്ന നയമാൻ കുഷ്ഠം മാറി തന്റെ സ്വന്തം രാജ്യത്തിലേക്ക് പോയപ്പോൾ ഇസ്രായേൽ രാജ്യം സൗഖ്യം വരുത്തുന്ന രാജ്യത്തിൽ ഒരുത്തൻ കുഷ്ഠരോഗിയായി തീരുകയാ. അതും ദൈവവചനം അറിയാവുന്നവൻ, അഭിഷിക്തനോട് കൂടെ നിൽക്കുന്നവൻ, വചനപ്രകാരം ജീവിക്കേണ്ടവൻ, ഒരുത്തൻ കുഷ്ഠരോഗിയായി തീരുകയാ. എന്തുകൊണ്ടെന്നറിയാമോ? ദ്രവ്യാഗ്രഹം ഹൃദയത്തെ പിടിക്കുവാനിടയായി തീർന്നു. നയമാന്റെ കുഷ്ഠം നേരെ തിരിച്ച് ഗേഹസിയിൽ കാഞ്ഞടിച്ചു. മക്കളെ, ദൈവഹിതമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കരുത്. പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയതാ, തിരിച്ചെവിടേക്ക് വന്ന് കയറി. ഏലീശ വിട്ട് കളഞ്ഞത് അതുകൊണ്ടാ. നയമാന്റെ കയ്യിൽ നിന്നൊന്നും മേടിക്കണ്ട, അവന്റെ വഴിയിൽ വിട്ടേക്ക്. നന്മ നമുക്ക് ഉപകരിക്കുന്നതല്ല, അത് അനുഗ്രഹിക്കപ്പെടുന്നതല്ല. ഇവനത് മനസ്സിലായില്ല. ഇവൻ ആത്മീക തലത്തിൽ നോക്കിയില്ല, ഭൗതിക ഉയർച്ചകളിലേക്ക് നോക്കി. സംഭവിച്ചത് എന്താണെന്നറിയാമോ? അടുത്ത ഒരു ശുശ്രൂഷക്കാരൻ അവിടെ ബ്രേക്കായി പോകുവാനിടയായി തീർന്നു. ജീവപര്യന്തം, മരണപര്യന്തം അവൻ കുഷ്ഠരോഗിയായി ജീവിച്ചു. ദ്രവ്യത്തിൽപ്പെട്ട ആരും മടങ്ങി വന്നിട്ടില്ല പ്രിയമക്കളെ. ഒരിക്കൽ പൊൻകട്ടി കണ്ട്, വെള്ളി കണ്ട്, മേലങ്കി കണ്ട് മോഹിച്ചു പോയൊരു മനുഷ്യനുണ്ട്. അവന്റെ പേര് ആഗാൻ. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അവൻ തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്, ഞാൻ ചിലത് കണ്ട് മോഹിച്ചു പോയി. ഹല്ലേലൂയ. ദ്രവ്യത്തിൽ ആശ്രയിച്ച ഒരു മനുഷ്യനും ഈ പുസ്തകം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മടങ്ങി വന്നിട്ടില്ല, ചരിത്രത്തിലില്ല പ്രിയമക്കളെ. ദൈവജനത്തിന്റെ അകത്തളത്തിൽ കുത്തിക്കടത്തുവാൻ ശ്രമിക്കുന്ന പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ദ്രവ്യാഗ്രഹം. വിട്ടോടണം.
നീ അതിനെ വിട്ടെന്ത് ചെയ്യണം? ഓടണം. ഗുഡ് ബൈ പറയണം. ഉണ്മാൻ ഉടുപ്പാനുണ്ടോ? ഞാൻ രാവിലെ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഡീലക്സിന്റെ 2 കളറും കാണാവുന്ന തേഞ്ഞ് അറ്റുപോയ സ്വതം ചെരിപ്പ് ഉപയോഗിച്ച് വയറ് നിറയെ ആഹാരം കഴിക്കാനില്ലാതെ വണ്ണം സ്വതം നല്ലൊരു വസ്ത്രം മാറി ഉടുക്കാനില്ലാതെ വണ്ണം കടന്നു പോയിരുന്ന എന്റെയും നിങ്ങളുടെയും സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തിയെങ്കിൽ നീ എന്തിന് ഭയപ്പെടണം? നീ എന്തിന് ഭാരപ്പെടണം? ആ ദൈവം ഇന്നും നിലകൊള്ളുകയാണ്. നിന്റെ ആവശ്യങ്ങൾക്കൊത്തവണ്ണം പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവം ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. നമുക്ക് തരും പ്രിയ മക്കളെ, ദൈവം തരും, ഒത്തിരി തരും. കൊടുക്കാനും മടി കാണിക്കരുത്. എന്ത് ചെയ്യരുത്? 100 എണ്ണമാക്കാൻ വേണ്ടി 99 എണ്ണം ഉണ്ട്, അതെന്താക്കാൻ വെച്ചിരിക്കുക? 100 എണ്ണമാക്കാൻ വെച്ചിരിക്കുക. ശ്രമിക്കരുത്. ഹല്ലേലൂയ. 100 ജീൻസ് ഉണ്ട്, 100 എണ്ണം ഉണ്ടെന്ന്. പിന്നെ ഏത് കാലത്ത് കൊടുക്കാനാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെച്ചിരിക്കുക. ചുരിദാർ എത്ര എണ്ണം ഉണ്ട്? എണ്ണി നോക്കി 49. 50 എണ്ണം ആക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ഈ അടുത്ത വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഒരു ചുരിദാറും കൂടി മേടിച്ചു തരണം. എന്തിനു വേണ്ടിയാ? 50 ആക്കാനാ. ആ കുത്തിങ്ങം പിടിച്ച് വലിക്കണം പ്രിയ മക്കളെ. പ്രൈസ് ദി ലോർഡ്. കൊടുക്കാമോ? ദൈവം തരും, പുതിയത് തരും, നല്ലത് തരും. സ്തോത്രം. തരുന്നതനുസരിച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ തന്നുകൊണ്ടേയിരിക്കും. നിനക്ക് കൊടുത്തുകൊണ്ടേയിരിക്കാം. ദൈവം തന്നുകൊണ്ടേയിരിക്കും. കരത്തിൽ ലഭിക്കുന്നതിനൊത്തവണ്ണം കൂട്ടിവെച്ച് വർദ്ധിപ്പിക്കാനല്ല പ്രിയ മക്കളെ, എടുത്തു കൊടുക്കാൻ തക്കവിധം മനസ്സൊരുക്കമുണ്ടോ? നിന്റെ കരം ശൂന്യമായി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ ചിലർക്ക് മുമ്പാകെ പരിശുദ്ധ ദൈവം ഇന്നേ ദിവസം തുറക്കാൻ പോകുകയാ. നിന്റെ നന്മകൾ ഒരിക്കലും ബ്ലോക്കായി പോകത്തില്ല. നിന്റെ അനുഗ്രഹം ഒരിക്കലും ബ്ലോക്കായി പോകത്തില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ചെയ്യാനായിട്ടുള്ള ഒരു ഒരുക്കം നമുക്ക് ഉണ്ടാകണം. അന്ന് വേണ്ട ആഹാരത്തിന് മുട്ടുള്ളവർ എന്നോട് പറയാം, സ്തോത്രം. ഹല്ലേലൂയ. പാസ്റ്റേ, നാളെ വീട്ടിൽ കഞ്ഞി വെക്കാൻ അരിയില്ല. ധൈര്യത്തോടെ പറയാം. നമ്മളൊരു കുടുംബത്തിലെ അംഗമാണ്. സ്തോത്രം. എനിക്ക് തിരിച്ചു പോകാൻ വണ്ടിക്കാശില്ല. ധൈര്യത്തോടെ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. മറിച്ച് കൂട്ടിവെക്കാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ എന്ന് കരുതിക്കൊണ്ട് കുടുംബത്തിന് വേണ്ടി കരുതേണ്ടെന്ന് അല്ല. സ്തോത്രം. ഹല്ലേലൂയ. ധനവാനാകാൻ ഒരിക്കൽ ആഗ്രഹിക്കരുത്. അവരൊരു കാറ് മേടിച്ചു, എനിക്കും വാങ്ങിക്കണം. ബാങ്കിൽ കൊണ്ടുപോയി പട്ടയം പണയം വെച്ച്, ആധാരം പണയം വെച്ച് അതെടുത്ത് വാങ്ങിക്കരുത്. ദൈവം അടക്കത്തില്ല. നീ എത്ര പണിയെടുത്തെന്നാലും, നീ എത്ര അധ്വാനിച്ചെന്നാലും അതിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ ദൈവം അനുവദിക്കും. ന്യായമായ ആവശ്യമാണോ? സ്വർഗം തരും. സ്തോത്രം. ചിലരൊക്കെ ബാധ്യത, ചില സ്ഥലങ്ങളിലൊക്കെ പോയി ബാധ്യത കൊള്ളും. ഈ പൈസ കിട്ടുമ്പോൾ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് തീർക്കും. പിന്നത്തേതിൽ അടവ് ദൈവം ചെയ്യത്തില്ല. 100%. നിന്റെ ആവശ്യത്തിന് നീ അത് ചെലവിട്ടോ, ദൈവം നടത്തും. മറിച്ച് അടിച്ചു പൊളിക്കാനോ ആർഭാടം കാണിക്കാനോ വേണ്ടി എവിടെയെങ്കിലും കടം കൊണ്ടിട്ട് അതിന് സ്വർഗത്തിലത് ഉത്തരവാദിയല്ല. ന്യായമായിട്ടുള്ള കാര്യമാണോ? ഇന്ന് സ്വർഗം പ്രവർത്തിച്ചിരിക്കും. എത്ര വലിയ തടസ്സങ്ങളുണ്ടെങ്കിലും തൻ്റെ മക്കൾ ഒരിക്കലും തലകുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ന്യായമായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പകലും നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഒരടവ് പോലും തെറ്റിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. വീണ് കിടക്കുന്നത് ചിലതൊക്കെ പണിതെടുക്കാൻ ദൈവം ആഗ്രഹിക്കുക. നമ്മുടെ തീരുമാനത്തിനൊത്തവണ്ണമാ പ്രിയ മക്കളെ. ബാധ്യതകളുണ്ടോ? ദൈവം തീർത്തു തരും. പിന്നെ കൊണ്ട് തല വെച്ച് കൊടുക്കരുത്. തീരുമാനം എടുക്കാമോ? നിന്റെ എത്ര ബാധ്യതകളാണെങ്കിലും, കർത്താവ് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, തെറ്റ് പറ്റിപ്പോയി, കഴിഞ്ഞ നാളുകൾ ചിന്തിക്കാതെ വണ്ണം ഞാൻ ചിലത് ചെയ്തത് അത് അബദ്ധത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഇനി മേലിൽ ഞാൻ അത് ചെയ്യത്തില്ല കർത്താവേ. സ്വന്തം പട്ടിണിയാണെങ്കിൽ സ്വന്തം വയറ് ടൈറ്റ് ചെയ്ത് കൊടുത്ത് നടക്കാൻ ഞാൻ ശീലിക്കും. ഞാൻ കരം നീട്ടത്തില്ല, പലിശയിലേക്ക് ഞാൻ കരം നീട്ടത്തില്ല എന്നൊരു തീരുമാനം ഇന്ന് പകലിൽ എടുക്കാൻ കഴിയുമോ? നിന്റെ ഇന്നുള്ള ബാധ്യതകൾക്ക് പരിശുദ്ധ ദൈവത്തിന്റെ അത്ഭുതമേറിയ കരം നീട്ടുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. റെഡിയാണോ? ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇവിടെ ആകാൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചു. വായിച്ചോ 10-20 വാക്യം.
ആകാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോണ്യ മേലങ്കിയും 200 ശെക്കൽ വെള്ളിയും 50 ശെക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് മോഹിച്ച് എടുത്തു. അവ എന്റെ കൂടാരത്തിന് നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. വെള്ളി അടിയിലാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണം സംഭവിച്ച ഒരു മനുഷ്യനാണ് ആകാൻ. മോഹം ഗർഭം ധരിച്ച പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോഹിച്ചു, അവനെ എടുത്തു, അവൻ്റെ കൂടാരത്തിൽ കൊണ്ട് കുഴിച്ചിട്ടു. ആമേ. ഇസ്രായേലിൽ 36 പേര് ഒരൊറ്റ ദിവസം പെട്ടുപോയി. ആമേ. സ്തോത്രം. ജോഷുവ വസ്ത്രം കീറി കരയാൻ തുടങ്ങി. ആമേ. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, ആമേ, നീ അത് കണ്ടുപിടിക്കണം. ജോഷുവ നെടുമ്പാട് വീണ് കരഞ്ഞു. ആമേ. ചീട്ടിട്ടു. ആമേ. ചീട്ട് സെബദിക്ക് വീണു. അവൻ്റെ മകൻ ആകാന് പിന്നത്തേതിൽ വീണു. ഹല്ലേലൂയ. അവനെ പുറത്തു കൊണ്ടുവന്നു. ചോദിച്ചു. അവൻ പറഞ്ഞു ചെയ്തു. എന്താ സംഭവിച്ചത്? ആഗോർ താഴ്വര എന്ന് പറയുന്ന ഒന്ന് ഉളവായി വരാൻ ഇടയായി തീർന്നു. ഇസ്രായേൽ ജനം പാളയത്തിന് പുറത്തു കൊണ്ടുപോയി. ഇവനെയും ഇവൻ സമ്പാദിച്ചതിനെയും ഇവൻ എടുത്തു വച്ചതിനെയും ഇവൻ്റെ കുടുംബത്തെയും എല്ലാത്തിനെയും കല്ലെറിഞ്ഞ് എന്ത് ചെയ്തു? കൊന്നു. വലിയൊരു താഴ്വര അല്ലെങ്കിൽ ഒരു മല അവിടെ ഉളവായി വന്നു. അതിൻ്റെ പേര് ആഗോർ താഴ്വര എന്നാണ്. ആമേ. സ്തോത്രം. മടങ്ങി വന്നില്ല. ആകാൻ മടങ്ങി വന്നില്ല. ഗേഹസി മടങ്ങി വന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദ്രവ്യത്തിൽ ആശ്രയം വെച്ച ഒരുത്തൻ പോലും പിന്നത്തേതിൽ മടങ്ങി വന്ന ചരിത്രം ബൈബിളിൽ കാണുന്നില്ല. 30 വെള്ളിക്കാശിന് അരിമനാഥനായ യേശുവിനെ ഒറ്റുകൊടുത്തവൻ. ആമേ. സ്തോത്രം. വേഗത്തിൽ ആമേ. സ്തോത്രം. മത്തായി സുവിശേഷം ആമേ. സ്തോത്രം 27-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന പുതിയ നിയമത്തിലെ ആമേ യേശുവിൻ്റെ ശിഷ്യനായിരുന്ന യൂദാസിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആമേ. സ്തോത്രം. ആമേ. അവൻ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത നന്മ അത് അവൻ അനുഭവിക്കാൻ പറ്റിയില്ല. വചനം പറയുന്നത് പോലെ അത് കഴുകനെ പോലെ ചിറകടിച്ച് ആമേ പറന്നു കളയും. നീ സമ്പന്നനാകാൻ ആഗ്രഹിക്കരുത്. പ്രൈസ് ദി ലോർഡ്. വായിച്ചു 3-ാം വാക്യം. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവന് കാണിച്ചു കൊടുത്ത യൂദാ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്ന്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാൻ ചത്തുകളഞ്ഞു. എന്ത് സംഭവിച്ചു? യൂദക്ക് എന്ത് സംഭവിച്ചു? ആമേ. ദ്രവ്യം വാങ്ങിയത് അനുഭവിക്കാൻ പറ്റുമോ? ആമേ. ആകാൻ എന്ത് സംഭവിച്ചു? പൊൻകെട്ടി വാങ്ങിയത് അനുഭവിക്കാൻ പറ്റുമോ? ഗേഹസിക്ക് എന്ത് പറ്റി? ആമേ. അവൻ സമ്പാദിച്ചത് അനുഭവിക്കാൻ പറ്റിയോ? ഇല്ല പ്രിയ മക്കളെ, അർഹതയില്ലാത്തതായിരുന്നു. ദൈവം നമ്മുടെ ആവശ്യത്തിനൊത്തവണ്ണം തരും. വിശ്വസിക്കാമോ? നിങ്ങൾക്ക് വിശ്വസിക്കാമോ? പട്ടിണി കിടത്തുന്നൊരു കർത്താവല്ല. അഥവാ ദൈവം പട്ടിണി കിടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശം ഉണ്ടാകും. ഹല്ലേലൂയ. അത് നന്മയ്ക്കായിട്ട് മാത്രം നാമേ ദൈവം തീർക്കും. പ്രിയ മക്കളെ, ദൈവം ആർക്ക് കടക്കാരനല്ല. നിന്റെ അതിരുകളെ ദൈവം വിസ്താരമാക്കും. മനോഹര ദേശത്ത് നിനക്ക് അളവ് നൂലി പിടിച്ച അവൻ നിനക്ക് ലഭിക്കേണ്ട നന്മ 1% പോലും കുറഞ്ഞു പോകാതെ സ്വർഗത്തിലെ ദൈവം നൽകിത്തരും. പക്ഷെ നീ അതിന്റെ പുറകെ ഓടരുത്. അത് സമ്പാദിപ്പാൻ നീ ഓടരുത്. ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് കടന്നു പോകേണ്ടതുണ്ട്. ആമേ. സമയം വേഗത്തിൽ പോകുന്നു. ഒരു വാക്യം കൂടി പറഞ്ഞുകൊണ്ട് തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം ആമേ. സ്വതം 6-ാമത്തെ വാക്യം മുതൽ താഴേക്കൊന്ന് വായിക്കാം. തിമോത്തിയോസിന് എഴുതിയ ലേഖനം. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതാണ്. സ്വതം പണം ഉണ്ടാക്കാൻ ഏറ്റവും മികച്ച ആമേ സ്വതം സംഭവമാണ് ആദായ സൂത്രത്തോടു കൂടിയുള്ള ആമേ ഭക്തി. ഭക്തി. ചിലരൊക്കെ കരാറ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, അമ്മേ ഇന്നത് ദൈവം തരും, എനിക്ക് ഇന്നത് തന്നേക്കണം. നീ പ്രശ്നക്കാരനും കൈനോട്ടക്കാരനും ആമേ സ്വന്തം ലക്ഷണം പറയുന്നവനായിപ്പോയില്ലേ? ആമേ. കർത്താവ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോസ്തലന്മാർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആമേ ഇന്നത് വെച്ചാൽ ഇത്ര എനിക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിച്ചേക്കണം. ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ഇന്നത് കിട്ടും, ഇന്നത് കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് ഇന്നത് തന്നേക്കണം. ദൈവികമായ അനുഭവമല്ല, ക്രിസ്തീയ ജീവിതമല്ല. പ്രൈസ് ദി ലോർഡ്. ആമേ. എഗ്രിമെന്റ് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളും ആമേ സ്തോത്രം ഹല്ലേലൂയ നന്മ ചോദിച്ചിട്ടുള്ള പ്രാർത്ഥന അനുഭവങ്ങളും ദൈവികമല്ല. സ്തോത്രം. ആമേ. ദൈവികമല്ലെന്നേ യേശു കാണിച്ചിട്ടില്ല. ആമേ. ശിഷ്യന്മാരും കാണിച്ചിട്ടില്ല.
ആമേൻ സ്തോത്രം. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് പാപമാണ്. ആമേൻ സ്തോത്രം. നിനക്കുള്ളത് കർത്താവ് തരും. വചനം പറയുന്നു, ആമേൻ സ്തോത്രം, നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിൽ ചെന്നാൽ അവിടെ യോഗ്യന്മാരുണ്ടോ എന്ന് അന്വേഷിക്കുക. ആ വീട്ടിൽ നിനക്ക് പാർക്കാം. ആഹാരം ദൈവം തരും, വസ്ത്രം ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് നടത്തി തരുമെന്നേ. ആമേൻ സ്തോത്രം. തരുന്നത് സൂക്ഷിച്ചുപയോഗിച്ചേക്കണം. തരുന്നത് സൂക്ഷിച്ചുപയോഗിച്ചേക്കണം. നിന്റെ ആർഭാടത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. നമുക്കൊരു വാഹനം ദൈവം തന്നിട്ടുണ്ട്, ഇല്ലേ പ്രിയ മക്കളെ? ആമേൻ സ്തോത്രം. ഞങ്ങൾ ആ വാഹനം ഒരിക്കലും മിസ്യൂസ് ചെയ്തിട്ടില്ല. ആമേൻ സ്തോത്രം. ഒരിക്കലൊരു ദോഷത്തിനായിട്ട് ഞങ്ങളുടേതായ സുഖജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിന് വേണ്ടി ആ വാഹനം ഇന്നുവരെ ഉപയോഗിച്ചിട്ടില്ല. അതിന് ആമേൻ സ്തോത്രം എൻ്റെ ഹൃദയവും നിങ്ങളും അതിന് സാക്ഷിയായിരിക്കും എന്ന് വിശ്വസിക്കുക. ആമേൻ സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചോ, അതിൻ്റെ എന്തു വിഷയങ്ങൾ വന്നാലും കർത്താവ് നടത്താൻ ശക്തനാണ്. മറിച്ച് ദൈവം തരുന്ന നന്മ നിന്റെ ആർഭാട ജീവിതത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ സ്വർഗത്തിലെ ദൈവം അതിന് കുറ്റക്കാരനല്ല. അവൻ അതിന്മേലൊക്കെ തിരിഞ്ഞു നോക്കത്തില്ല. ന്യായമായിട്ടുള്ള ഏതാവശ്യവും. അപ്പോഴും നോക്കണം പ്രിയ മക്കളെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും, നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരങ്ങളും വളരെ ശ്രദ്ധിച്ചേക്കണം. വളരെ ശ്രദ്ധിച്ചേക്കണം. ഞാൻ ഈ വിദേശത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് ആഹാരങ്ങൾ മുമ്പിൽ ഇങ്ങനെ നിരത്തും. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം, എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കുക. അടുത്ത സമയങ്ങളിൽ അവരെ സഭക്കകത്തു നിന്ന് പലരും ഇവിടെ വരും, വിദേശത്തുനിന്ന് പലരും വന്നു പോകുമ്പോൾ അവരെല്ലാം ചോദിക്കാം. കാരണം നിങ്ങളത് ഒരുപക്ഷെ കഴിച്ചിട്ടുണ്ടാകത്തില്ല, എൻ്റെ ഭാര്യ കഴിച്ചിട്ടുണ്ടാകത്തില്ല, എൻ്റെ മകൻ കഴിച്ചിട്ടുണ്ടാകത്തില്ല. ആമേൻ സ്തോത്രം. ആദ്യ നാളുകളിൽ ഞാൻ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്ന കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. അന്നേരം ഞങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുപോകാത്ത സമയങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു ഹോട്ടലിൽ കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഞാൻ വാങ്ങിച്ച് കഴിക്കാറില്ല. ആമേൻ സ്തോത്രം. എന്താണെന്നറിയാമോ? എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞും ഒരു സ്പെഷ്യൽ കഴിച്ചുകൊണ്ടായിരിക്കത്തില്ല ഉച്ചക്ക് വീട്ടിൽ ആഹാരം കഴിക്കുന്നതെന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. വീട്ടിൽ അവർക്കൊരു സ്പെഷ്യൽ കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ നിശ്ചയമായിട്ടും കഴിച്ചിരിക്കും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അങ്ങനെ ഇല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ കഴിക്കാൻ എൻ്റെ ഹൃദയം അനുവദിച്ചിട്ടില്ല. ആമേൻ. നിങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ സ്തോത്രം. ആ മനോഭാവം ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ആമേൻ സ്തോത്രം. ആമേൻ. സന്തോഷിക്കുന്നെങ്കിൽ ഒരുമിച്ച് സന്തോഷിക്കാം, ഇല്ലേ? അങ്ങനെയല്ലേ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്? ഉണ്ടെങ്കിൽ പ്രിയ മക്കളെ ഓക്കെയാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അങ്ങനെ ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതേ ഒരു മനോഭാവം തന്നെ. അന്നത്തെ മനോഭാവത്തിന് ഇന്നൊരു മാറ്റം വന്നിട്ടില്ല. ആമേൻ സ്തോത്രം. അന്നത്തെ മനോഭാവത്തിന് ഇന്നും ഒരു മാറ്റം വന്നിട്ടില്ല പ്രിയ മക്കളെ. ഈ പ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുവൈറ്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള അവന്യൂസ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സ്ഥലമാണ്. അതായത് 5 സ്റ്റാർ ഹോട്ടലുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അന്ന് ആമേൻ സ്തോത്രം. എൻ്റെ സുഹൃത്ത് അടുത്ത ദിവസം നമ്മുടെ മധ്യത്തിൽ വരും. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. 29-ാം തീയതി ചൊവ്വാഴ്ച ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നമ്മൾ ചർച്ചിൽ വെച്ച് ചെയ്യുന്നുണ്ട്. ബീഹാറിൽ നിന്ന് ആമേൻ സ്തോത്രം അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന അലക്സ് പാസ്റ്റർ ആമേൻ നമ്മുടെ മധ്യത്തിലുണ്ടാകും. സ്കോട്ട്ലാൻഡിൽ നിന്ന് ആമേൻ ബൈജു ബ്രദർ നമ്മുടെ മധ്യത്തിലുണ്ടാകും. ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആയിട്ട് നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. എല്ലാവരും വരിക. ഈവനിങ് മീറ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കും. ആമേൻ സ്തോത്രം. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. അടുത്തൊരു സമയം ബീഹാറിലേക്ക് നിങ്ങൾക്ക് കടന്നുപോയി ശുശ്രൂഷിക്കണമോ, അതിൻ്റെ ആമേൻ സ്തോത്രം എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുങ്ങുവാനിടയായിത്തീരും. അപ്പോൾ ഈ സ്കോട്ട്ലാൻഡിലുള്ള ഈ മനുഷ്യൻ ആമേൻ സ്തോത്രം ഈ അവന്യൂസിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ എനിക്ക് വേണ്ടി ആമേൻ സ്തോത്രം ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നോട് കൂടെ ഒരു പാസ്റ്ററും ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വൈഫും ഉണ്ട്. ആമേൻ സ്തോത്രം. ഞങ്ങൾ 3 പേരും കൂടി അവിടെ ചെല്ലുമ്പോൾ ഈ ഹോട്ടലിലെ മുഴുവൻ ആളുകളും അവിടേക്ക് ഇറങ്ങി വന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു ബൊക്ക കൊണ്ടുവന്ന് തന്നു. ആമേൻ സ്തോത്രം. എന്നിട്ട് ആമേൻ സ്തോത്രം എന്നെ വെൽക്കം ചെയ്തു. ആമേൻ സ്വാഗതം ചെയ്തു. ആമേൻ സ്തോത്രം. അവരെല്ലാം ക്ലാപ്പ് തന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തി. ആമേൻ സ്തോത്രം. പിന്നത്തേതിൽ അദ്ദേഹം അവിടെ നിന്ന് ഓർഡർ ചെയ്തിരിക്കുന്ന ഈ ആഹാരങ്ങൾ ഇങ്ങനെ വരുത്താൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മകളെ, ആമേൻ സ്തോത്രം. ഞാൻ പറയുന്നത് ദൈവം നമ്മെ മാനിക്കും. ദൈവം നമ്മൾ മാനിക്കും. ഒരു 2 സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നോട് കൂടെ വന്നിരിക്കുന്ന പാസ്റ്ററും വൈഫിനും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പിന്നെയും ഉണ്ട് ആമേൻ സ്തോത്രം. ഓർഡർ ചെയ്ത ഐറ്റംസുകൾ പിന്നെയും വരാനുണ്ട്. ആമേൻ സ്തോത്രം. അങ്ങനെ അതുപോലെയുള്ള മേൽത്തരമായ ഏതെല്ലാം തലത്തിലൂടെ നമ്മളെ കൊണ്ടുപോയെന്നാലും നമ്മൾ എപ്പോഴും എന്ത് ചെയ്തേക്കുക? ഒരു ലിമിറ്റേഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ദൈവത്തിന് എപ്പോഴും മഹത്വം കൊടുക്കണം.
ദൈവത്തിന് എപ്പോഴും മഹത്വം കൊടുക്കണം കേട്ടോ. അവസരങ്ങൾ മുമ്പിൽ വരും. അമസ്വതം പലരും പറയും, പക്ഷേ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അറിയിക്കണം. അമസ്വതം ഞങ്ങൾ എന്ത് ചെയ്യാം? ചുമൽ കൊടുക്കാം. ഞാൻ പറയും അറിയിക്കും. അറിയിക്കുന്നവൻ നിങ്ങളോട് അറിയിച്ചാൽ എന്ത് ചെയ്തോ. അറിയിക്കുന്നവൻ നിങ്ങളോട് അറിയിച്ചാൽ ചെയ്തോ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അങ്ങനെ നിങ്ങളും പറയാവൂ കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, എനിക്ക് അഭിമാനമാണ് ഈ ചർച്ചിലെ വിവാഹം കഴിച്ചിരിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ ഓർത്ത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവർ ആൺകുഞ്ഞുങ്ങളാ, പ്രിയ മക്കളെ. ആമേൻ സ്തോത്രം. ആമേൻ പെണ്ണ് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് ഞങ്ങൾ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് അവർ പറഞ്ഞില്ല. ആമേൻ പാസ്റ്റേ, ആമേൻ സ്തോത്രം, കൂടെ പ്രാർത്ഥിക്കാൻ കഴിവുള്ള, ആമേൻ കൂടെ ആരാധിക്കാൻ കഴിവുള്ള, ആത്മീക ജീവിതത്തിൽ നിലനിൽപ്പാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയെ മതി. ആമേൻ സ്തോത്രം. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുമെന്നുള്ള ആമേൻ സ്തോത്രം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ പിന്നെയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, യൂദ ആമേൻ കെട്ടിത്തൂങ്ങി മരിച്ചു. എന്ത് കിട്ടിയവനാ? 30 വെള്ളിക്കാശ്. ആമേൻ സ്തോത്രം. ഇവിടെ തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അലംഭാവത്തോടു കൂടിയുള്ള ദൈവഭക്തി വലിയ ആദായ സൂത്രം. ആമേൻ. താഴേക്ക് വായിച്ചോ. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നോ വല്ലതും? ആരെങ്കിലും ഉടുത്തൊരുങ്ങിയാണോ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്? ആണോ? ഇല്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ ഒരു കഷ്ണം കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന എല്ലാം തീക്കിരയായി തീരും. തീ കൊണ്ടതെല്ലാം വെന്തുപോകും. ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആമേ. അടുത്തത്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കോ. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. നിന്റെ ഹൃദയത്തെ നീ അടക്ക. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജയിക്കേണ്ടത് ഏത് വിഷയത്തെ എന്നറിയാമോ? നമ്മുടെ ജഡത്തിൻ്റെ ചിന്തകളെയാ. ജഡത്തിൻ്റെ ചിന്തകളെ നീ ജയിച്ചാൽ നീ ജയിച്ചു. 100% നിനക്ക് മാർക്കാം. ആമേ. ജഡത്തിൻ്റെ ഏത് വിചാരങ്ങളെയും ആത്മാവിൽ നീ പിടിച്ചടക്കണം. ഹല്ലേലൂയ. മോഹങ്ങളെ അടക്കണം, ചിന്തകളെ അടക്കണം. ദൈവഹിതമില്ലാതെ കയറി വരുന്ന എല്ലാ മേഖലകളും നീ അടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അവൻ്റെ പേര് ഒരു ആത്മീക മനുഷ്യൻ. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നീ ഏത് കുന്നുകളെയും ഏത് പർവ്വതങ്ങളെയും പൊടിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് നീ കടക്കുവാനിടയായി തീരും. ജഡികമായ മോഹങ്ങളെ ഇടിച്ചു കളഞ്ഞുകൊണ്ട് ആത്മാവിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ആരെല്ലാം എഴുന്നേൽക്കുന്നുവോ അവനെയാണ് സ്വർഗത്തിലെ ദൈവിക കാലഘട്ടത്തിൽ ദൈവികമായ നീതിക്കൊത്തവണ്ണം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. അടുത്തത്, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും ഒരു അനന്യാസ് സഫീരയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പുതിയ നിയമത്തിൽ. ആമേൻ സ്തോത്രം. നന്മ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടാൻ പറ്റിയില്ല. ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അത് ആമേൻ സ്തോത്രം. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ എടുക്കണ്ട. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴുന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീരുന്നു. സദൃശവാക്യം 23-ാം അധ്യായം 4-5 വാക്യം. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്. അതിനായുള്ള ബുദ്ധി വിട്ടുകളയുക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതെയായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു കളയും. എല്ലാ കണ്ണുകളടക്കാം. ആമേൻ സ്തോത്രം. ആമേൻ. ഗേഹസിയോട് ചോദിച്ച വാക്യം നമുക്ക് ചേർത്തൊന്ന് പറയാം. ഗേഹസിയെ, ഇതാകുന്നുവോ അതിൻ്റെ സമയം. ആമേൻ. ദ്രവ്യം സമ്പാദിപ്പാനും ഒലിവ് തോട്ടം, മുന്തിരിത്തോട്ടം ഇതൊക്കെയും വാങ്ങിക്കാൻ ഇതല്ല സമയം. ഗേഹസിയെ, ജീവനുള്ള ദൈവത്തിലേക്ക് നീ നോക്കുക. നിനക്ക് കയറി പോകാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിത്യതയ്ക്കായിട്ടുള്ളൊരു വിളി നിന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. പല സ്ഥലത്തും അതിൻ്റെ കാഴ്ചകൾ നീ കാണുന്നുണ്ട്. ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ, ക്ഷാമങ്ങൾ, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ പല ഇടങ്ങളിൽ
യുദ്ധങ്ങളിലായിട്ട് വെളിപ്പെടുമ്പോൾ മറ്റു യുദ്ധങ്ങളിൽ നടന്ന വ്യക്തിത്വങ്ങളുടെ അനുഭവങ്ങൾ നീ കാതുകളിൽ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, ഇതുപോലെ ഇതെല്ലാം വിട്ട് ഞാനും പോകേണ്ടതാണ്. നിന്റെ ഹൃദയം ഒന്നിനോട് പറ്റിയിരിക്കരുത്. അയ്യോ ഞാൻ സമ്പാദിച്ചതല്ലേ, അയ്യോ ഞാൻ കൂട്ടിവെച്ചതല്ലേ, അയ്യോ ഞാൻ കരുതിയതല്ലേ, ഇത് വിട്ട് ഞാൻ എങ്ങനെ പോകും? ഹൃദയത്തിൽ നിന്ന് ഇപ്പോഴേ അതിനകറ്റിയേക്കണം. നിന്റെ വീട് ഇതല്ല, നിനക്കൊരു വീടുണ്ട്. നിന്റെ രാജ്യം ഇതല്ല, നിനക്കൊരു രാജ്യമുണ്ട്. വിശുദ്ധ വീട്ടിലേക്ക് നീ കടന്നു പോകണം, ആ രാജ്യത്തിലേക്ക് നീ കടന്നു പോകണം. നിന്റെ പിതാവ് നിനക്ക് വേണ്ടി പ്രാണനെ വെച്ചു തന്നവൻ, നിനക്ക് വേണ്ടി ജീവൻ സ്വതന്ത്രം മറുവിലയായി തന്നവൻ നിനക്കായി കാത്തിരിക്കുകയാണ്. സ്വതന്ത്രം ആ രാജ്യത്തിലേക്ക്, ആ വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ ആത്മാവിൽ നീ എപ്പോഴും ഒരുക്കപ്പെട്ടുകൊള്ളണം. അപ്പാ, ഇത് ശാശ്വതമല്ല, ഈ ഭൂമി ശാശ്വതമല്ല, ഈ ലോകം ശാശ്വതമല്ല. ശാശ്വതമായ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആത്മാവിൽ ഞാൻ ഒരുക്കപ്പെടുകയാണ്. ദ്രവ്യത്തിൽ നിന്നുള്ള ചിന്ത വിട് പ്രിയമക്കളെ. നീയും നിന്റെ കുടുംബവും പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എന്തുടുക്കണം, എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, സ്വർഗം തീരുമാനിച്ചിട്ടുണ്ട്. നിന്റെ മെനു ലിസ്റ്റ്, നിന്റെ വീട്ടിനകത്ത് സ്വന്തം ആഹാരം ഉണ്ടാക്കുന്ന ഭാര്യയോ അമ്മയോ സ്വന്തം മെനു ഇടുന്നതിന് മുമ്പേ സ്വർഗം ഒരു മെനു ഇട്ടിട്ടുണ്ട്. ഇന്ന് ഉച്ചക്ക് നീ കഴിക്കേണ്ട ആഹാരം വരെ ആ മെനുവിനകത്തുണ്ട്. അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട. നിനക്ക് ആവശ്യത്തിനുള്ളതെല്ലാം കരുതി വെച്ചിട്ട് ദൈവം നിന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ആദത്തിനെ നിർമ്മിക്കുന്നതിന് മുമ്പേ ആദത്തിന് ആവശ്യമേറിയ എല്ലാ ഘടകങ്ങളും സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിയിട്ടാണ് ആദത്തിനെ ഉളവാക്കിയതെന്ന് വിശുദ്ധ വേദ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് നിനക്ക് ആവശ്യമേറിയതെല്ലാം ഒരുക്കി വെച്ചിട്ട് സർവശക്തനായ ദൈവം നിന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്, നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ആ ദൈവം നിന്നെ പെരുവഴിയിലിട്ട് കളയത്തില്ല. ആ ദൈവം നിന്നെ പട്ടിണി കിടത്തില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്ക. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണം. അതിൽ നിന്ന് അകന്നിരിക്കാം. നല്ല മനസ്സാക്ഷിയുടെ അടുത്തിയല്ല. പരിശുദ്ധ ദൈവമേ, കേൾപ്പിച്ച തിരുവെഴുത്തുകൾക്ക് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. കേട്ട വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചതിന് പ്രകാരം ജീവിപ്പാൻ ദൈവ സഹായിക്കണം. മഹത്വം ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ.